നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരനും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾക്കിടയിലും പ്രധാന ചർച്ചാ വിഷയമാണ്. ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതുവരെയും ഇരുവരും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും സ്ഥിരീകരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇരുവരും ഒന്നിച്ചുള്ള ചില ചിത്രങ്ങളും സെൽഫികളും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഗോസിപ്പുകൾ ശക്തമാകുന്നത്. ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചിരുന്നു. ചിത്രീകരണത്തിനിടയിലും പ്രമോഷൻ പരിപാടികളും പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള ഇരുവരുടെയും സൗഹൃദം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. കൂടാതെ ഒരു സ്റ്റേജ് പരിപാടിക്കിടെ രാത്രി 2 മണിക്ക് ഒരാളെ ഫോൺ വിളിക്കേണ്ടി വന്നാൽ ഞാൻ ധ്രുവിനെയായിരിക്കും വിളിക്കുക എന്ന് അനുപമ പറഞ്ഞത് വൈറലാകുകയും ഇത് ഗോസിപ്പുകളുടെ ശക്തി കൂട്ടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, താരങ്ങളുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇരുവരും പ്രണയത്തിലാണെന്ന് സൂചന നൽകുന്നതായിരുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് അനുപമ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട കുറിപ്പ് വൈറലായതോടെ ഇരുവരും ബ്രേക്കപ്പ് ആയോ എന്ന സംശയമാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ധ്രുവിനെ അനുപമ അൺഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സമാധാനം കണ്ടെത്തുവാൻ ജീവിതത്തിലെ ചില ഡെഡ് ലൈനുകൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇന്ന് ആ സമാധാനം എന്നെ തേടിയെത്തി. ഇന്നു മുതൽ ഞാൻ എൻ്റെ ശബ്ദത്തെയാണ് തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ആരുടെയും അനുവാദത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഇനി ഭയക്കേണ്ട ഇടമില്ല. എനിക്ക് സ്വയം ഇഷ്ടപ്പെട്ടതുപോലെ എന്നെ വീണ്ടും കണ്ടെത്തുവാനും ഒരു കാലത്ത് എൻ്റേതാണെന്ന് പോലും മറന്നുപോയ എൻ്റെ ജീവിതത്തെ വീണ്ടും സ്നേഹിക്കുവാനും ഞാൻ തിരികെ എത്തുകയാണ്. ഇനി വളരെ കാലമായി പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. വളരെ നാളുകളായി പറയാൻ പോലും എന്നെ അനുവദിക്കാതിരുന്ന ഒരു കാര്യം. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. എന്നോടൊപ്പം ഉറച്ചു നിന്നതിനും എന്നിൽ വിശ്വസിച്ചതിനും എൻ്റെ ജീവിതം ഇത്രയധികം സ്നേഹത്താൽ നിറച്ചതിനും സൗഹൃദത്തിൻ്റെ ആഴത്തിൽ നിന്നതിനും നന്ദി. ഞാൻ അത് മുൻപ് വേണ്ടത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അയച്ച ഓരോ സന്ദേശവും, എനിക്കായി നടത്തിയ ഓരോ പ്രാർത്ഥനയും, നിങ്ങൾ നൽകിയ ഓരോ കരുതലും എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്ന സമയങ്ങളിൽ തന്നെ എത്തിച്ചേർന്നുവെന്ന് മാത്രം അറിയുക. എന്നെ വീണ്ടും എന്നിലേക്ക് തന്നെ തിരികെ എത്തിച്ചതിന് നന്ദി പ്രപഞ്ചമേ. ഹീലിംഗിനും സ്വാതന്ത്ര്യത്തിനും ഇതാ ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ യാതൊരു മാപ്പ് പറച്ചിലും ഇല്ലാതെ പൂർണ്ണമായും എൻ്റെതായ ഒരു ജീവിതത്തിനായി. അയ്യോ, ഫോട്ടോകൾ കുറച്ച് കൂടുതലായി പോയി, ക്ഷമിക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. ഓരോ പോസ്റ്റും ഇടാൻ ആരുടെയും അനുവാദത്തിനായി കാത്തിരിക്കേണ്ടതില്ല എന്നതും പാട്ട് ആരാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതില്ല എന്നും മറ്റാരുടെയെങ്കിലും ക്യാപ്ഷനെ ആശ്രയിക്കേണ്ടതില്ല എന്നും ഇപ്പോഴാണ് മനസ്സിലായത്. പോസ്റ്റ് ചെയ്തത് ഇത്രയും സന്തോഷകരമായ സ്വാതന്ത്ര്യം നിറഞ്ഞതാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നുമായിരുന്നു അനുപമയുടെ കുറിപ്പ്. പോസ്റ്റിലെ വരികൾ വായിച്ചതുകൊണ്ട് അത് അനുപമയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാകുമെന്നും അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ധ്രുവിനെ കുറിച്ചാകുമെന്നും ആരാധകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. ധ്രുവ് ടോക്സിക് പേഴ്സണാലിറ്റി ആണോ, അതുകൊണ്ടാണോ വേർപിരിഞ്ഞത് എന്നുള്ള സംശയങ്ങളും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. നടൻ ചെയ്തത് ആദിത്യ വർമ്മ സിനിമയിലെ ആദിത്യ വർമ്മയെ പോലെ തന്നെ ആണോ ധ്രുവ് റിയൽ ലൈഫിലെന്നും ചിലർ സംശയങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കുറച്ചു കാലത്തെ മൗനത്തിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ അനുപമ വീണ്ടും സജീവമായിരിക്കുന്നത്. നടി അനുപമ പരമേശ്വരൻ പങ്കുവച്ച കുറിപ്പാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയത്. റിലേഷൻഷിപ്പ് സംഭവിച്ച പ്രശ്നങ്ങളാണ് നടി കുറിപ്പിലൂടെ പങ്കുവച്ചത് എന്നതാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ. അതേസമയം താരം ചെയ്തത് എടുത്തുചാട്ടമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല, പിന്നെ എന്തിനാണ് ബ്രേക്കപ്പ് ആയപ്പോൾ അത് പബ്ലിക്കായി പറഞ്ഞത് എന്നാണ് നടിയെ വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. നടൻ ധ്രുവ് വിക്രം അനുപമയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഏറെ നാളായി പ്രചരിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നടി പോസ്റ്റ് വൈറലായതോടെ ധ്രുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. അനുപമയുടെ പോസ്റ്റ് വൈറലായ ശേഷം ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകളും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ. പങ്കാളിയുടെ സ്വഭാവത്തിൽ റെഡ് ഫ്ലാഗ് കണ്ടാൽ എത്രയും വേഗം അതിൽ നിന്നും പുറത്തു കടക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് അനുപമ പറയാതെ പറയുന്നുണ്ട് എന്നാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ അഹമ്മദ് മിരാർ പറയുന്നത്. വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി മാറുന്നുണ്ട്. ധ്രുവിന്റെ പേര് പരാമർശിക്കാതെയാണ് അദ്ദേഹം വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത്. അനുപമയുടെ പോസ്റ്റ് വന്ന ശേഷം വലിയ ചർച്ചകളും റൂമറുകളും അതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. ഒരു നടനുമായി ചേർത്താണ് ഇത് പ്രചരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണോ ഒഫീഷ്യലായുള്ള ഒരു അറിയിപ്പും ഇതുവരെയും വന്നിട്ടുമില്ല. ആ നടനെ അനുപമ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. പങ്കാളി ടോക്സിക് ആയിരിക്കും, കൺട്രോളിംഗ് ആയിരിക്കും, പെയിൻഫുള്ളായ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പോൾ പോസ്റ്റിലൂടെ ആ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അനുപമ പറയാൻ ശ്രമിക്കുന്നത്. ഇത്തരം റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തുവരാൻ ആളുകൾ നടി പറയുവാൻ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു പോസ്റ്റിലൂടെ താരം നടത്തുവാൻ ശ്രമിച്ച വ്യാഖ്യാനമെന്നും ചിലർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്.
ചിലപ്പോൾ ആരാധകർക്ക് തോന്നിയ ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കാമെന്നും എന്നാൽ ഇത് ശരിയായിരിക്കാമെന്നും ചർച്ചകൾ നടക്കുന്നുമുണ്ട്. പക്ഷേ അനുപമയ്ക്ക് എതിർവശത്തുള്ള വ്യക്തി ആരാണ് എന്നതിൽ കൃത്യമായ ഉറപ്പില്ലാത്തതിനാൽ ഊഹാപോഹങ്ങളുടെ പേരിൽ ആരുടെയും മേൽ പഴിചാരുവാനും കഴിയില്ല. പക്ഷേ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ. ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അനുപമ പറഞ്ഞത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ഇപ്പോൾ വലിയൊരു സോഷ്യൽ ഈവിളായി മാറിയിരിക്കുകയാണ് ടോക്സിക് റിലേഷൻഷിപ്പുകൾ. അടിയും വഴക്കും പ്രശ്നങ്ങളും നടന്നാൽ മാത്രമേ ഒരു ബന്ധത്തെ ടോക്സിക് എന്ന് വിളിക്കാൻ കഴിയുള്ളൂ എന്നൊന്നുമില്ല. സ്ലോ പോയിസൺ പോലും ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിറയെ റെഡ് ഫ്ലാഗുകളും ഉണ്ടാകാറുണ്ട്. പക്ഷെ പലരും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. നിങ്ങൾ നിങ്ങളായി ഇരിക്കുവാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും കുറ്റബോധം അലട്ടിയേക്കാം. മറ്റൊന്ന്, സ്വന്തം അഭിപ്രായം പറയുവാൻ പോലും ഭയപ്പെടും എന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അത് എത്ര വാല്യൂ ലഭിക്കുമോ ഇല്ലയോ എന്ന ഭയവും പങ്കാളി ദേഷ്യപ്പെടുമോ എന്ന പേടിയും എപ്പോഴും ഉണ്ടാകാം. എപ്പോഴും റിസ്ക് സോണിലായിരിക്കും നിങ്ങളുള്ളത്. പലപ്പോഴും എപ്പോഴും പാർട്ട്ണറുടെ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സമയം ലഭിക്കാറുണ്ടാകില്ല. അതുപോലെ പോസ്റ്റിൽ ഒരു കാര്യം അനുപമ പറയുന്നുണ്ട്. ഒരു ഫോട്ടോ ഇടണമെങ്കിലോ ക്യാപ്ഷൻ ഇടണമെങ്കിലോ പങ്കാളിയുടെ അംഗീകാരം ചോദിക്കേണ്ടി വരും എന്നത്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു തനിക്കെന്ന് അനുപമ പറയുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഇമോഷണൽ സേഫ്റ്റി പങ്കാളിയിൽ നിന്നും ലഭിക്കണം. അല്ലാതെ എപ്പോഴും ആവശ്യത തോന്നുന്നത് ശരിയല്ല. അല്ലാത്ത പക്ഷം നമ്മൾ ആയിരിക്കുമ്പോൾ ശരീരം പലതരത്തിലുള്ള സിഗ്നലുകളും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പങ്കാളിയിൽ റെഡ് ഫ്ലാഗ് കണ്ടാൽ അതിൽ നിന്നും പുറത്തു കൊടുക്കാൻ ശ്രമിക്കുക. അതൊരു സെൽഫിഷ് മൂവ് അല്ലെന്നും അഹമ്മദ് പറയുന്നുണ്ട്.